നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ. താൻ നിരപരാധിയാണെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസിൽ ഉൾപ്പെടുത്തിയതെന്നും തെളിവുകളില്ലായിരുന്നിട്ടും ശിക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് അപ്പീലിൽ പൾസർ സുനി പറയുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്ത കുറ്റത്തിന് പൾസർ സുനി ഉൾപ്പെടെ 7 പേരെ 20 വർഷം കഠിന തടവിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷിച്ചിരുന്നു. കേസിലെ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപ് ഉൾപ്പെടെ 4 പേരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തു. ദൃശ്യം ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന യഥാർത്ഥ മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ലെന്ന് അപ്പീലിൽ പൾസർ പറയുന്നു. ഫോണിന്റെ നിറം സംബന്ധിച്ചുള്ള മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. ഫോൺ കണ്ടെത്താതെ അതിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് അപ്പീലിൽ പറയുന്നു. മെമ്മറി കാർഡ് കണ്ടെടുത്തത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും അപ്പീലിൽ പറയുന്നുണ്ട്. കൃത്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന സിം കാർഡ് മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ളതാണ്. എന്നാൽ ഇയാളെ പ്രതിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചതിൽ കാലതാമസമുണ്ടായി. തെളിവുകളിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്ന വാദം കോടതി മുഖവിലക്കെടുത്തില്ലെന്നും പൾസർ സുനി അപ്പീലിൽ പറയുന്നു. തനിക്കെതിരായ കേസ് വാസ്തവ വിരുദ്ധവും കെട്ടിച്ചമച്ചതും ഒരു ഭാഗം മാത്രം പരിഗണിച്ചുള്ള അന്വേഷണത്തിന്റെ ഫലമാണെന്ന് പൾസർ സുനി പറയുന്നു. കേസിൽ FIR രജിസ്റ്റർ ചെയ്യുവാൻ കാലതാമസം ഉണ്ടായതടക്കം ഒട്ടേറെ നടപടിക്രമങ്ങളിൽ പാളിച്ചകളുണ്ടായി. തിരിച്ചറിയൽ പരേഡ് നടത്തിയത് ശരിയായ വിധത്തിലല്ല എന്നതടക്കം ഒട്ടേറെ പൊരുത്തക്കേടുകൾ കേസിലുണ്ടെന്നും കോടതി ഇതൊന്നും പരിഗണിച്ചില്ലെന്നും അപ്പീലിൽ പറയുന്നു.